ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി വണ്ടിയിൽ വീണ്ടും വീണ്ടും തിരഞ്ഞു നോക്കാണ് ആ ഒരു ഡയറിയും ഫോണൊക്കെ. ആ സമയത്ത് ജയപാലൻ വന്നിട്ട് പറയാണ്, അതിലൊന്നും തരേണ്ടടി, അതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ആ തെളിവുകളൊക്കെ ഭസ്മമായി കാണും. ജയപാലിനെതിരെയുള്ള തെളിവുകളല്ലേ, അതൊക്കെ ദൈവം അങ്ങ് ഭസ്മമാക്കി കളയും എന്ന് കാവേരിനോട് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരിക്ക് ഇങ്ങനെ ഇയാൾ തന്നെ അത് തട്ടിയെടുത്തതാണെന്നുള്ള സംശയം വരികയാണേ. നീ പറഞ്ഞില്ലേ പിന്നെ രണ്ട് സാക്ഷികളുടെ കാര്യം. ശിവരാമൻ, ഇവർ എൻ്റെ അവൻ എൻ്റെ ജോലിക്കാരനാണ്. അവനെ ഇങ്ങോട്ട് സാക്ഷി പറയാൻ വേണ്ടി വരാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ്റെ ഭാര്യ അവനെ മുറിയിൽ പൂട്ടിയിട്ടു, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത്. 500 നോട്ട് കണ്ടാലേ ഭാരതി വീഴുന്നു നിനക്കറിയാലോ അല്ലേ എന്ന് ചോദിക്കുകയാണേ. പിന്നെ വേറൊരാൾ, ബാങ്ക് മാനേജർ, അയാൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അയാളുടെ ബൈക്കുമ്മൽ വേറെ ഏതോ വണ്ടി തട്ടി അയാളൊന്ന് വീണു. ആരൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ജയപാലൻ തന്നെ ചെയ്യിച്ചതാണെന്ന് കാവേരിക്ക് മനസ്സിലാവാണേ. അപ്പോൾ നീ ഇനി ഇവിടെ നിന്ന് കറങ്ങുന്നു വേണം, നീ വീട്ടിലേക്ക് പോയിക്കോ, ഇനി തെളിവുകളൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറയും. ഈ സമയത്ത് നിവിൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നിവിനോട് പറയണം, നീ പോകുന്നില്ലേടാ, നീ ഞങ്ങളെ കൂടെ വരണ്ട. ഇല്ല, എൻ്റെ കയ്യിൽ ബൈക്ക് ഉണ്ടെന്ന് പറയും. അച്ഛാ, ഞാനും നിവിൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ നിവിൻ പറയും, എനിക്ക് 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട് എന്ന് പറയും. എവിടെ? അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ കാര്യങ്ങളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കല്യാണം വരെ മതി, അത് കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ജയപാലൻ പോവുകയാണ്. ഈ സമയത്ത് കാവേരി അടുത്തേക്ക് നിവിൻ വരുമ്പോഴേക്കും നിവിൻ്റെ അടുത്ത് വന്നിട്ട് വിനീത് ചൂടാവുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയും കേട്ടോ. അല്ല ഞാൻ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നിൻ്റെ അരവിന്ദൻ അമ്മാവൻ്റെ തോട്ടം നിൻ്റെ അമ്മാവന് കൊടുക്കണം എന്ന് പറയാനാണോ വന്ന് നിൽക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് വിനീത് ദേഷ്യപ്പെടാണ് കേട്ടോ. നീ പോ എന്ന് പറയും. അപ്പോഴേക്കും ഗംഗ വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാവേരിനെയും കൂടി വിളിച്ചുകൊണ്ട് പോകാണ് കേട്ടോ. അപ്പോൾ കാവേരിയാണെന്നുണ്ടെങ്കിൽ നിവിനിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടേ. ഈ സമയത്ത് ചാരുലത അവിടേക്ക് വന്നിട്ട് പറയും, നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? നിനക്ക് അവളോട് സത്യം തുറന്നു പറഞ്ഞൂടെ? അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് മറിഞ്ഞു നിന്ന് നീ അവളെ കുറ്റപ്പെടുത്തുന്ന പോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവൾ എന്താ വിചാരിക്കുക? നിനക്കെല്ലാം തുറന്നു പറഞ്ഞൂടെ? തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല, നിളരെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കാവേരി. അതിൻ്റെ ഇടയിൽ ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എന്നാൽ ഞാൻ പറയട്ടെ? വേണ്ട, അതിന് സമയം വരും, ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണെ. പിന്നെ കാണിക്കുന്നത് വിശാലിനെയാണ് കേട്ടോ. അപ്പോൾ വിശാൽ ഇങ്ങനെ വന്നിട്ട് യമുനയുടെ അടുത്ത് കൂട്ടുകാരികൾക്കൊക്കെ ലെറ്റർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ യമുനയുടെ കൂട്ടുകാരിയായ അലീനയ്ക്കും കൊടുക്കുകയാണത്. നാളെ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, ഫാമിലി ആയിട്ട് വരണം കേട്ടോ, വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ പറഞ്ഞിട്ട് ഓരോരുത്തരെയൊക്കെ കൊടുക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ അർഹതയുള്ളവർക്ക് മാത്രമേ ലെറ്റർ കൊടുത്തിട്ടുള്ളൂ, അർഹതയില്ലാത്തവർക്ക് ലെറ്റർ കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പിച്ചക്കാരും യാചകരും ഒക്കെ വരും, അവരെ കൂട്ടത്തിൽ ഇനി ലെറ്റർ കിട്ടാത്തവർ വേണമെങ്കിൽ വന്ന് കഴിച്ച് പോക്കോട്ടെ എന്നൊക്കെ യമുനെ അർത്ഥം വെച്ച് പറയാൻ കേട്ടോ. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ഈ ലെറ്റർ തുറന്ന് നോക്കുമ്പോൾ നിവിൻ്റെ പേര് കാണുമ്പോൾ ആ ലെറ്റർ യമുനയ്ക്ക് കാണിച്ചു കൊടുക്കണം. നീ ഇതൊന്നും നോക്കിയേ, ഞാനൊന്നും നോക്കുന്നില്ല, നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നിവിൻ്റെ പേര് കാണുമ്പോൾ യമുന ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ യമുനയാണെന്നുണ്ടെങ്കിൽ നിവിൻ സ്നേഹിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ തന്നെ. അപ്പോൾ ഇതെന്താ നോക്കിട്ടോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നിവിനെ വിളിക്കുകയാണ്. നിവിനേട്ടൻ ഇപ്പോൾ എവിടെയാണ്? എന്താ യമുനെ, വിശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നുമല്ല, എനിക്ക് നിവിനേട്ടൻ ഉടനെ തന്നെ കാണണം. എന്താ നീളമുളക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല, എനിക്ക് നിവിനേട്ടൻ കണ്ടേ പറ്റൂ. ഇപ്പം യമുന എവിടെയാണ്? ഞാൻ കോളേജിലാണ്, ഇവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പുറത്തേക്ക് വരാം എന്ന് പറയാൻ കേട്ടോ. ശരി, ഞാൻ ഉടനെ എത്താമെന്ന് നിവിൻ പറയാൻ കേട്ടോ. അപ്പോൾ യമുനയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് നേരെ നിവിനെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് യമുനോട് നിവിൻ ചോദിക്കുകയാണ്, എന്താ യമുനെ, എന്താ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ ലെറ്റർ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ലെറ്റർ എടുത്ത് കൊടുത്തിട്ട് ചോദിക്കും, ഇതെന്താ ചോദിക്കും കേട്ടോ. നോക്കുമ്പോൾ ആ ലെറ്റർ, ഇതോ, ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട, സത്യമായിട്ട് തന്നെ പറയണം, ഇതെന്താന്ന് നോക്കേണ്ട, ഇത് അപ്പോൾ നിവിനിങ്ങനെ മനസ്സിലാലോചിക്കണം കേട്ടോ. ഇതറിഞ്ഞിട്ടാണ് യമുന എന്നെ കാണണമെന്ന് പറഞ്ഞത്, ഞാനും കാവേരിയും കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഈ കുട്ടി അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണേ. ആ സമയത്ത് നിവിൻ പറയും, ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ കല്യാണ കത്ത്? ഇത് വീട്ടുകാരെ പ്രഷർ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. വീട്ടുകാരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാഗിണിനെ വിവാഹം ചെയ്യാനായിട്ട്. പക്ഷെ ഞാനിതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ നാളെ കല്യാണമല്ലേ? അതൊന്നുമില്ല, ഈ കല്യാണം നടക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുന്നു യമുനോട് പറയട്ടോ. ഉറപ്പല്ലേ? ഉറപ്പാണെന്ന് പറയട്ടോ. അപ്പോൾ എന്നിട്ട് നിവിൻ പോവുകയാണ് കേട്ടോ അവിടുന്ന്. ഈ സമയത്ത് കൂട്ടുകാരി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്താ കാര്യം? നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നീ വന്ന കാരണം നിവിനേട്ടൻ വേഗം പോയത്. എനിക്ക് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ. നീ പറഞ്ഞതൊന്നുമല്ല, ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്
പറഞ്ഞു. ആര്? നിവിനേട്ടനോ? ആ നിവിനേട്ടൻ തന്നെ പറഞ്ഞതാന്ന് പറയട്ടോ. ഇത് വീട്ടുകാർ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഈ കല്യാണം നടക്കില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാലും ഒരു കല്യാണം കത്തൊക്കെ അടിച്ചതിന് ശേഷം കല്യാണം മുടങ്ങിപ്പോകുമോ? ആ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ടും നിവിനേട്ടൻ ഇന്ന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഈ കല്യാണം മുടങ്ങിയതിന് ശേഷമുള്ള അവനുണ്ടല്ലോ വിശാലിൻ്റെ മുഖം, ആ മുഖം ഒന്ന് എനിക്ക് കാണണം എന്നൊക്കെ പറയുകയാണ്. ഈ ലെറ്റർ നീ തന്നെ പിടിച്ചോന്ന് പറയട്ടോ. അപ്പോൾ അല്ല, ഒരു ചെക്കന് വേണ്ടിയിട്ട് എത്ര പെണ്ണുങ്ങളാടി നീയും നിൻ്റെ കാവേരി ചേച്ചി രാഗിണി എന്ന് പറയണം. രാഗിണി അവളെ കാര്യം വിട്, അവൾ നിവിനായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ല. പിന്നെ കാവേരി ചേച്ചി ഫ്രണ്ടിനെ ഫ്രണ്ടായിട്ട് കാണണം, പിന്നെ കയറി സ്നേഹിക്കാൻ പോയത് എന്തിനാ എന്നൊക്കെ യമുന ഇങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗംഗ റൂമിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനീത് വരികയാണ്. എന്നിട്ട് വിനീത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, അതല്ല ഗംഗെ, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ പോകണം, ഉറപ്പായിട്ടും പോകണം. ആ പോകണം. പിന്നെ നിളമോൾ ഓപ്പറേഷൻ കഴിയട്ടെ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ? എന്തിന്? ഇവിടെ എന്തിരിക്കുന്നു എന്നോ? ഇതല്ലേ നമ്മുടെ നാട്, നമ്മൾ ജനിച്ച് വളർന്ന നാട്, ഞാനും ഗംഗയൊക്കെ. പിന്നെ ഈ മുറ്റത്ത് എന്താ കാറ്റ്, ജനൽ തുറന്നിട്ട തണുപ്പും അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാതും ഇവിടെ തന്നെയല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗ പറയും, അതല്ല സ്വന്തം നാടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്കൊരു സഹായത്തിനായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ആരെങ്കിലും ഓടിയെത്താൻ ഒരാളുണ്ടെങ്കിൽ അതിന് സ്വന്തം നാടെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണത്തിന് ആവശ്യം വന്നാൽ 10 രൂപ തന്ന് സഹായിക്കാൻ ആളുണ്ടെങ്കിൽ അതും സ്വന്തം നാടെന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിളയുടെ ഓപ്പറേഷൻ വന്നപ്പോഴാണ് നമ്മൾ ആരാണെന്നും എന്താണെന്നുള്ള അവസ്ഥ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനി ഇതും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗ പോകാൻ തന്നെ തീരുമാനിച്ചോ? ആ, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാൻ കേട്ടോ. അല്ല യമുനെ, അല്ല ഗംഗെ, എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. എനിക്ക് അവിടുത്തെ വണ്ടികളുടെ ഓണടിയും കരിയും പോകുകയും അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ദിവസം പോലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. അന്നേരം ഗംഗ പറയാണ്, ഇവിടെ എന്തിരിക്കുന്നു, അച്ഛൻ ഉണ്ടായിരുന്ന നാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അച്ഛൻ പോയോടെ ഇവിടെ നിന്നെല്ലാം പോയി. ഗംഗ, എനിക്കൊരു വീടുണ്ട്, നിനക്കൊരു വീടുണ്ട്, നമുക്കൊരു കടയുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഗംഗ പറയും, ഒരു കാര്യം ചെയ്യും, വിനീതേട്ടൻ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിനീതേട്ടൻ ഇവിടെ നിന്നോ, ഞാൻ പോകും എന്ന് പറയും കേട്ടോ. പോയിട്ട് ഗംഗ തിരിച്ചു വരും. എന്തിന്? ഞാൻ തിരിച്ചു വരുമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഗംഗ പോവുകയാണ്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ അവർ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ കേട്ടോ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട്. ഈ സമയത്ത് വിനീതിനെ അന്വേഷിച്ച് നിവിൻ വരുന്ന സമയത്ത് സലീമേട്ടൻ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. നാളെ നിവിൻ്റെ കല്യാണമല്ലേ, അതേപോലെ നാളെ തന്നെയാണ് കാവേരിയും കുടുംബം മുഴുവനും ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തേക്കോ? ആ അതെ, തിരുവനന്തപുരത്തേക്ക് അവർ പോവുകയാണ്, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയട്ടോ. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചാരുലത മേഡത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര പറയാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ സമയത്ത് ചാരുലത പറയുന്നുണ്ട്, അങ്ങനെ അത്രയ്ക്കധികം വിഷമിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊന്നും അത്രയ്ക്ക് കൈവിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈലും അതുപോലെ ഡയറിയും കട്ടുകൊണ്ട് പോയ ആളെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ എടുത്തുകൊണ്ട് പോയ ഒരു കവറ് തിരിച്ച് ചാരുലതയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാരുലത ആ കവറ് കാവേരിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടിയിട്ട് തെളിവുകളൊക്കെ വീണ്ടും കിട്ടുകയാണ്.